വല്ലാത്തൊരു പ്രണയമായിരുന്നു ഞങ്ങളുടേത്. അന്നാ എനിക്ക് മനസ്സിലായത് ആത്മാർത്ഥ പ്രണയത്തിനും വൈകല്യങ്ങളൊന്നും ഒരു പ്രശ്നമല്ലെന്ന്. ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? അവിടെ അവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും. ഒരു വൈറൽ ഫീവറിലാണ് തുടങ്ങിയത്. പിന്നീടത് തലച്ചോറിനെ ബാധിച്ചു. വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത കുടുംബമായതുകൊണ്ട് ഞാൻ ഇഷ്ടം പോലെ പൈസ മുടക്കി. എന്നിട്ടും ഒരു ബലവും കണ്ടില്ല. മരണം ഞങ്ങളെ വേർപിരിച്ചു കളഞ്ഞു. എന്താ ഇത്? വാ, വന്ന് വണ്ടി കയറ്. വാ. അതിനുശേഷം പിന്നെ അച്ഛനും അമ്മയും ഒരുപാട് നിർബന്ധിച്ചിട്ടും ഒരു വിവാഹത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല മാഡം. ഇന്നും അവളുടെ ഓർമ്മയിലാണ് ഞാൻ കഴിയുന്നത്. അതുകൊണ്ട് വൈകല്യമുള്ളവരെ കാണുമ്പോൾ, പ്രത്യേകിച്ചും അരയ്ക്ക് താഴോട്ട് തളർന്നവരെ കാണുമ്പോൾ എനിക്ക് സങ്കടം കൂടും. അതുകൊണ്ടാണ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണൻ സാറിനോട് എനിക്ക് ഒരു പ്രത്യേക അടുപ്പം ഉണ്ടായത്. ഇനി എന്നും സാഗർ ഞങ്ങളുടെ കമ്പനിയിലുണ്ടാവും, ഞങ്ങളുടെ ജീവിതത്തിലും. സാഗറിന് ഇനി എന്തെങ്കിലും ഞങ്ങളെ വിട്ടു പോണെന്ന് തോന്നുമ്പോൾ മാത്രമേ സാഗർ കമലേശ്വരം ഫിനാൻസിൽ നിന്ന് പോകാൻ പോകുന്നുള്ളൂ. വാ സാഗർ, വാ. പെൺകുട്ടികളുടെ മനസ്സിൽ, പ്രത്യേകിച്ചും സ്നേഹിക്കാൻ അറിയാവുന്ന പെൺകുട്ടികളുടെ മനസ്സിൽ ഇതുപോലെ സിമ്പതി വർക്കൗട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇനി ഇവളുടെ ജീവിതത്തിൽ ഞാനും ഉണ്ടാവൂന്നാ പറഞ്ഞത്. അതെ, ഞാനുണ്ടാവണം, എന്നും എന്നും ഞാനുണ്ടാവണം. പോകാം സാഗർ. പോ. ഇവളുടെ മനസ്സ് എന്നിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. അത് തിളച്ച് മറിയുകയാണ്. എനിക്കും ഒരു കൂട്ട് വേണം. അതിവളെപ്പോലെ ആത്മാർത്ഥമായ പെണ്ണായ തരക്കേടില്ല. സർ, എടോ, വരുമ്പോഴും പോകുമ്പോഴൊക്കെ സഹധർമ്മിണിക്ക് ഇഷ്ടം പോലെ സ്വർണ്ണം എടുത്തോണ്ട് പോവാണല്ലോ കണ്ണൻ. പൈസ തന്നിട്ടാണ് സാർ കണ്ണൻ സാർ ഭാര്യയ്ക്ക് ഓർണമെന്റ്സ് ഒക്കെ എടുത്തു കൊടുത്തത്. എടോ, ഈ പൈസ എന്ന് പറയുന്നത് അവന്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭമല്ലേ?
അതിങ്ങനെ മുടിച്ചു കളയണോ? അതും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരു യോഗ്യതയില്ലാത്ത ഒരുത്തിക്ക് വേണ്ടി. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? കണ്ണൻ സാറിന്റെ എല്ലാ കുറവുകളും മനസ്സിലാക്കി കണ്ണൻ സാറിന്റെ ജീവിതത്തിലേക്ക് വരാൻ അവർ സമ്മതിച്ചില്ലേ സാർ? ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരുത്തി സമ്മതിച്ചെങ്കിൽ എടോ അതിന്റെ കാരണം ഇതൊക്കെയാ. കണ്ടില്ലേ, കണക്കില്ലാത്ത സ്വർണ്ണമല്ലേ വാങ്ങിച്ചു കൂട്ടുന്ന. നാളെ കണ്ണന്റെ ജീവിതത്തിൽ നിന്ന് പോയാലും ഒരു മുതൽ അവളുടെ കയ്യിലിരിക്കണം. അതാ അവള് ലക്ഷ്യമിക്കുന്നത്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.